നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് പുതിയതായിട്ടുള്ള ഒരു ഉദ്യോഗത്തിൽ ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ബുദ്ധിമുട്ടുകളും അധിക പ്രയത്നവും വേണ്ടിവരും. എന്നിരുന്നാൽ പോലും തൃപ്തികരമായിട്ടുള്ള ജോലി ആയതുകൊണ്ട് ഇനിയും പ്രവർത്തിക്കാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന ആശയമൊക്കെ തന്നെ 6-7 മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും നിലവിലുള്ള ജോലി തുടരുവാൻ തന്നെ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിജയശതമാനം ഉണ്ടാകുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. എങ്കിലും തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. പൂർത്തീകരിച്ച ഗൃഹത്തിൽ ചിങ്ങമാസത്തിൽ ഓഗസ്റ്റ് 17 ശേഷം ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധ്യതയുണ്ട്. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ചു ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശനി, ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ യാത്രകളും ചർച്ചകളും വേണ്ടിവരും. ഒരുപക്ഷെ ഇതിനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉദ്യോഗതലത്തിൽ നിന്നും വന്നു ചേരും. മേലധികാരികളുടെ സഹായ സഹകരണങ്ങളും കീഴ് ജീവനക്കാരുടെ ഒപ്പമുള്ള പ്രവർത്തനവും ഇതിനൊക്കെ ഉപകാരകമായി തീരുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നിർത്തിവെച്ചതായിട്ടുള്ള ദൗത്യമായിരിക്കാം. അതിനുവേണ്ടി പ്രയത്നിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ദുരാചാരങ്ങളെല്ലാം ഒഴിവാക്കി സദാചാരങ്ങൾക്ക് വേണ്ടി വളരെ പ്രയത്നിക്കുകയും ആയതിൽ ഇഴുകി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും സൽകീർത്തിക്കും യോഗം കാണുന്നതുമുണ്ട്. നാഡി നീർദോഷ രോഗപീഠകൾക്ക് നിലവിലുള്ള ചികിത്സയ്ക്ക് പുറമെ തന്നെ ഇതരമായിട്ടുള്ള പ്രകൃതി ആയുർവേദ ചികിത്സകളെല്ലാം നടത്തുവാനും ഒപ്പം തന്നെ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും തയ്യാറാകുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മന സഹകരിക്കുവാനും സാധ്യതയുണ്ട്. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ടത് മാത്രം ഏറ്റെടുക്കുകയും മറ്റുള്ളവയെല്ലാം തന്നെ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനും തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ചിന്താമണ്ഡലത്തിൽ പല ആശയങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. അമിത വേഗതയുള്ള വാഹനോപയോഗം ആവുന്നതും ഈ മാസത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കി ആത്മീയ ചിന്തകളോടുകൂടി പ്രവർത്തിക്കുകയും ഏറ്റെടുത്ത ദൗത്യം അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനാണ് സാധ്യത കാണുന്നത്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷം പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഗൃഹത്തിൽ വന്ന് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു ദൂരദേശത്ത് ജോലിക്ക് അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വ്യർത്ഥമായിട്ടുള്ള വ്യാമോഹങ്ങളെ അതിജീവിക്കാനുള്ള അവസരം ഒരു സന്തുലിത മനോഭാവവും സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസത്തിൽ കുറവ് വന്നു ഭവിക്കുന്നത് വഴി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും ലോക്യത്തോടുകൂടി തന്നെ പിന്മാറി സ്വന്തമായി പണം മുതൽ മുടക്കാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ തുടക്കം കുറിക്കാൻ സാധ്യതയുള്ളൂ. അതിനുള്ള രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിക്കുവാനും അംഗീകാരം നേടുവാനും ഇടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതിക്ക് നേട്ടം കുറവുള്ളത് കൊണ്ടും ഉദ്യോഗ സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും
തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ടും ഉദ്ധരിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകളും പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലി പ്രവർത്തന മേഖലകൾക്ക് ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനോ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനോ തീരുമാനിക്കും. മാതാപിതാക്കളിൽ നിന്നും സാമ്പത്തിക സഹായവും ഉണ്ടായിത്തീരും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ അതിനുവേണ്ടി അന്വേഷണം ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും വേറെ ചിലർക്ക് 2025 പൂർത്തീകരിക്കുന്ന കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിലവിലുള്ള വിഭാഗത്തിൽ നിന്നും മാറി മറ്റൊരു വിഭാഗത്തിന്റെ ചുമതല കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതും അധികാര പരിധി വർദ്ധിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വന്നിരുന്ന തൊഴിൽ മേഖലകളാണെങ്കിൽ പോലും സ്വല്പം ഒരു പരിചയക്കുറവുള്ളത് കൊണ്ട് ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഇതെല്ലാം തന്നെ സുഗമമാക്കി തീർക്കുവാനും സാധ്യത കാണുന്നു. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുരോഗതിയില്ലാത്ത കർമ്മമണ്ഡലങ്ങൾ ഒഴിവാക്കി വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ മറ്റുള്ളവർക്ക് പണയത്തിന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പാട്ടത്തിന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ട് വാടകയ്ക്ക് കൊടുത്തും കൊണ്ട് വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണ്ട വിധത്തിൽ അന്വേഷിച്ചും കൊണ്ട് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സംയുക്ത സംരംഭങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും അങ്ങനെയുള്ള മേഖലയിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്ന പ്രസ്ഥാനത്തിന്റെ ജോലി ഏറ്റെടുക്കുകയും ആ ഒരു പ്രസ്ഥാനത്തിന്റെ വിപണന വിതരണ മേഖലകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന തരത്തിൽ എല്ലാ ഭരണ സംവിധാനവും ഏറ്റെടുക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉള്ളൊരവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ഉന്നതരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജന്മനാട്ടിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ മറ്റൊരു വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അശ്രാന്ത പരിശ്രമത്താൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. ദമ്പതികൾക്ക് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാൻ ഒരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ യോഗം കാണുന്നു.
പലപ്പോഴും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. അധികാര പരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനായിട്ട് അനുമതി തേടുവാൻ അവസരം വന്നു ചേരും. അശുഭ ചിന്തകൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവിത പങ്കാളിയുടെ ആശയങ്ങളും ഈ ചിന്തകളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി പുതിയ കൃഷി സമ്പ്രദായത്തിൽ പങ്കുചേരുവാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലിയുടെ ഭാരമില്ലെങ്കിലും ഭാഗമായിട്ട് ഒരു ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഒരു മേലധികാരി സ്ഥാനത്തോടുകൂടി വിഹക വീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് പോലും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ വേണ്ടി വരുവാനും യോഗം കാണുന്നുണ്ട്. പൊതുവെ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്കും യോഗം കാണുന്നതുമുണ്ട്. നമസ്കാരം.